പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വോട്ട് ചോർച്ച ഉണ്ടായെന്ന ആരോപണം ശക്തമായിരുന്നു. അതിൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ന്യൂസ് മലയാളത്തോട് ഇപ്പോൾ പ്രതികരിക്കുകയാണ്. നഗരസഭയ്ക്ക് എതിരായിട്ടുള്ള വികാരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രമീള കേൾക്കാമെങ്കിൽ, അതായത് നഗരസഭയ്ക്കെതിരായ വികാരമാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചോർച്ച ഉണ്ടായത് എന്നാണ് ഒരു പൊതുവിലുള്ള ആരോപണം. അതിൽ എന്താണ് ആദ്യ പ്രതികരണം? ഇല്ല, അങ്ങനെ നഗരസഭയിൽ വലിയ വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം MP ഇലക്ഷന് 29,000 വോട്ട് കിട്ടി. ഇപ്പോൾ MLA ഇലക്ഷന് 27,500 വോട്ടാണ് കിട്ടിയത്. 27,500 വോട്ടാണ് ഇവിടെ കിട്ടിയത്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം 1,500 വോട്ടാണ് നോട്ടയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അല്ല, 6,000 വോട്ടിന്റെ എങ്കിലും ഒരു ഭൂരിപക്ഷം ഈ ശ്രീധരൻ ഉണ്ടാക്കിയ ഒരു സ്ഥലത്താണ് തൊട്ട് അടുത്ത ഒരു 3 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരന്റെ വോട്ട് കൃഷ്ണകുമാറിന് കിട്ടില്ലല്ലോ. ഈ ശ്രീധരന് മെട്രോ ശ്രീധരൻ എന്ന് ഇന്ത്യയിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ശ്രീധരൻ. അദ്ദേഹത്തിൻ്റെ വോട്ട് കൃഷ്ണകുമാറിന് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാനേ പറ്റില്ല. അതായത് BJPക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ നഗരസഭാ മേഖലയിലായിരുന്നു. BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്നത് ആ സ്ഥലത്ത് നിന്ന് പ്രതീക്ഷയിൽ ഒരു നഷ്ടപ്പെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം MP ഇലക്ഷന് 29,000 വോട്ട് കിട്ടി. MLA ഇലക്ഷന് 27,500 വോട്ടാണ്. 1,500 വോട്ട് നോട്ടയ്ക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നഗരസഭയിലെ എല്ലാ ജനപ്രതിനിധികളും കൃത്യമായിട്ട് 5ഉം 6ഉം പ്രാവശ്യം അവരുടെ വാർഡുകളിൽ പോയിട്ടുണ്ട്, വോട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും നല്ല നിറഞ്ഞ മനസ്സോടെ കൃഷ്ണകുമാറിൻ്റെ കൂടെ തന്നെയായിരുന്നു. ജനങ്ങൾ വിധി എഴുതിയതിന് അതിന് ഉത്തരവാദി അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്ന് പറയുന്ന പോലെ അത് ശരിയായ രീതിയല്ല. മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇതും വന്നിട്ടില്ല. ജനങ്ങൾ പ്രതികരിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ആ പ്രതികരണം എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. കാരണം ഈ 2024 തെരഞ്ഞെടുപ്പിൽ അതേ സ്ഥാനാർത്ഥി ഒരു സംസ്ഥാന തലത്തിൽ നിയമസഭയിലേക്ക് വരുമ്പോൾ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണല്ലോ ജനങ്ങൾ MP ഇലക്ഷൻ സമയത്ത് കൃഷ്ണകുമാറിൻ്റെ പേര് വന്നപ്പോൾ നമ്മൾ ഒരുപാട് ജനങ്ങളെ കാണുകയും വോട്ട് ചോദിക്കുമ്പോഴും പല ആൾക്കാരും ചോദിച്ചു, എന്താ ഇവിടെ കൃഷ്ണകുമാർ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സ്ഥാനാർത്ഥി. അങ്ങനെ ഒരുപാട് ആൾക്കാർ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയൊരു പാളിച്ച പറ്റി എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും. അതായത് മറ്റൊരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് അല്ലേ, മുൻപ് തന്നെ BJPയുടെ പ്രാദേശിക നേതാക്കളൊക്കെ സൂചിപ്പിച്ചതുപോലെ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ വിജയിക്കാം എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഞങ്ങൾ ഇന്ന സ്ഥാനാർത്ഥി വേണമെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം ഒരു ചേഞ്ചസ് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. സ്ഥാനാർത്ഥി ഇന്ന ആൾ വേണമെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ എപ്പോഴും കൃഷ്ണകുമാർ എന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥിക്ക് ജനങ്ങളോട് ചോദിക്കാൻ ഞങ്ങൾക്ക് മടിയുണ്ട്. ജനങ്ങളുടെ പ്രതികരണം അതുതന്നെയാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു മാറ്റം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. തീർച്ചയായും സ്ഥാനാർത്ഥി നിർണയം പാളിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതായത് നേരത്തെ N ശിവരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്, അതുകൊണ്ടാണ് ആ പേര് തന്നെ ഞാൻ പറഞ്ഞത്, ശോഭാ സുരേന്ദ്രൻ ആണ് വന്നതെങ്കിൽ ജയിപ്പിച്ച് തരാം എന്ന് N ശിവരാജൻ അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ടായിരുന്നു. ആ തരത്തിൽ നിങ്ങളും ആഗ്രഹിച്ചിരുന്നു, നഗരസഭയിലുള്ള പ്രത്യേകിച്ച് പ്രാദേശിക നേതാക്കളൊക്കെ ആഗ്രഹിച്ചിരുന്നു അത്തരത്തിലൊരു സംസ്ഥാന നേതാവ് സ്ഥാനാർത്ഥിയുടെ മാറ്റം ആഗ്രഹിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അതായത് സംസ്ഥാന തലത്തിൽ ഒരു നേതാവ് വന്നിരുന്നെങ്കിൽ ജയിക്കേണ്ട സീറ്റ് പരാജയപ്പെടാൻ ഒരു കാരണം C കൃഷ്ണകുമാർ മാത്രമാണ്. അതെ 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 തീർച്ചയായും. അത് ഏതെങ്കിലും തരത്തിൽ മറ്റ് മേൽഘടകങ്ങളോട് ഇത് ഒരു പരാതിയായി തുടക്കത്തിൽ തന്നെ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ?
അതായത് സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന കാര്യങ്ങൾ കീഴ്ഘടകങ്ങൾ സൂചിപ്പിച്ചിരുന്നു. സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു, സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു, സംസ്ഥാനം കേന്ദ്രം എല്ലാവരും കൃഷ്ണകുമാറിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഒറ്റക്കെട്ടായി എല്ലാ കൗൺസിലർമാരും എല്ലാ പാർട്ടി പ്രവർത്തകരും കൃഷ്ണകുമാറിൻ്റെ കൂടെ തന്നെയായിരുന്നു. ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ, ഞങ്ങൾ കൃഷ്ണകുമാറിന് വോട്ട് ചോദിക്കാൻ പല പ്രശ്നങ്ങളും പറഞ്ഞാലും ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ എല്ലാ കൗൺസിലർമാരും പാർട്ടി പ്രവർത്തകരും ഒറ്റക്കെട്ടായി നിന്നുണ്ടായിരുന്നു കൃഷ്ണകുമാറിന് വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ വിധി എഴുത്താണെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ഒറ്റ കാര്യം, അതായത് ഇനിയൊരു ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ അധിക സമയമില്ല. അടുത്ത വർഷം നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. BJPക്ക് തുടർച്ചയായി ഒരു ഭരണം നൽകുന്ന ഒരു നഗരസഭ എന്നതുകൂടി, ആ നഗരസഭയുടെ പ്രവർത്തനങ്ങളുടെ പിഴവ് കൊണ്ടാണ് നഗരസഭാ മേഖലയിൽ വോട്ട് കുറഞ്ഞത് എന്ന കാര്യത്തെ പൂർണ്ണമായും താങ്കൾ തള്ളുകയാണ്. അങ്ങനെയാണെങ്കിൽ 2015 തൊട്ട് 24 സീറ്റായിരുന്നു ഒറ്റക്കക്ഷി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഭരിച്ചതാ. 2020 ടു 20 നഗരസഭാ ഭരണം ഏറ്റെടുത്തതും വീണ്ടും BJP ആയിരുന്നു. പക്ഷേ 28 പേരെ ജനങ്ങൾ തന്നു. ആ ജനങ്ങളുടെ പ്രതീക്ഷ BJPയിൽ അർപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങൾ 28 പേര് ജനപ്രതിനിധികളായിട്ട് വന്നത്. ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അതുകൊണ്ട് നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നവുമില്ല. നഗരസഭാ ഭരണം വീണ്ടും തുടർച്ചയിൽ BJP തന്നെ വരും, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം വാർഡ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൂടെ അതിലുണ്ടാവും. ഒരു സ്ഥാനാർത്ഥിയായാൽ ആ വ്യക്തിപരമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ജനങ്ങളോടുണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും നഗരസഭാ ഭരണത്തിലെ ഇതിനെ ആക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. നഗരസഭാ ഭരണവും സംസ്ഥാന ഇലക്ഷനും അതുമാതിരി MP ഇലക്ഷനും ഒക്കെ വ്യത്യാസമാണ്. MP ഇലക്ഷൻ വോട്ട് കിട്ടിയത് എന്താ? മോഡിജിയുടെ എഫക്റ്റാണത്. മോഡിജിയുടെ എഫക്റ്റ് കാരണമാണ് 29,000 വോട്ട് കിട്ടിയത്. അന്നും 29,000 കിട്ടിയിട്ടുള്ളൂ മോഡിജിയുടെ എഫക്റ്റ് ഇത് പ്രകാരം. 1,500 വോട്ടിൻ്റെ വ്യത്യാസമേ നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ളൂ. അത് ജനങ്ങളുടെ വിധിയെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ജനങ്ങളോട് വോട്ട് ചോദിക്കാനേ പറ്റുള്ളൂ. ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് അവരാണ്. ഈ C. കൃഷ്ണകുമാർ വന്നതുകൊണ്ട് താങ്കളിപ്പോൾ ഇത്രയും C. കൃഷ്ണകുമാർ ഒരു സ്ഥാനാർത്ഥിയായി വരുന്നത് കൊണ്ട് പല പ്രശ്നങ്ങൾ പ്രാദേശിക തലത്തിൽ ഉണ്ടായിരുന്നു എന്ന് താങ്കൾ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വോട്ട് ചോദിക്കാൻ തന്നെ പല തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായത് എന്ന് പറയുന്നു. അത് തുടക്കത്തിൽ ആ വോട്ട് ചോദിക്കുന്നതിൽ എടുത്തു പറയത്തക്ക പ്രശ്നങ്ങൾ ഏത് തരത്തിലാണ് ഉണ്ടായത്? ആ തരത്തിൽ ഒരു പ്രകടനത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് BJPയുടെ പ്രകടനം ആ ബൂത്തുകളിൽ ഉൾപ്പെടെയുള്ള പ്രകടനങ്ങളിൽ പ്രശ്നമുണ്ടായി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ശ്രീമതി പ്രമീള കേൾക്കാമെങ്കിൽ, അതായത് താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളിൽ പ്രവർത്തകർക്ക് കൂടുതൽ ഇടപെടാൻ പോലും പറ്റാത്ത തരത്തിൽ ഇതേ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ആ തരത്തിൽ ഒരു വിമുഖത എല്ലാവർക്കും ഉണ്ടായിരുന്നു. വലിയ ആരോപണം ഉന്നയിക്കുകയാണ് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ. എന്തായാലും സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണ് BJPയിൽ തിരിച്ചടിയുണ്ടായത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ വലിയ പിന്തുണ BJPക്ക് ലഭിച്ച ഒരു സ്ഥലം, പാലക്കാട് നഗരസഭ ഭരിക്കുന്നതിൻ്റെ ഭാഗമായി വലിയ പിന്തുണ ലഭിച്ചിരുന്നു. പക്ഷേ അതേ പിന്തുണ ഉറപ്പാക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ പിന്തുണ ഉറപ്പാക്കാൻ C. കൃഷ്ണകുമാറിന് സാധിച്ചില്ല. C. കൃഷ്ണകുമാറിന് അത് സാധിക്കില്ല എന്ന് തന്നെ പ്രാദേശിക നേതാക്കൾ എല്ലാവരെയും അറിയിച്ചിരുന്നു, നേതൃത്വത്തിലേക്ക് അറിയിച്ചിരുന്നു. പക്ഷേ നേതാക്കളുടെ ആ ഒരു മുന്നറിയിപ്പ് നേതൃത്വം ചെവികൊണ്ടില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് പ്രമീള ശശിധരൻ പറയുന്നത്. എന്തായാലും നഗരസഭയുടെ പ്രവർത്തനങ്ങളിലെ പിഴവല്ല BJPയുടെ വോട്ട് ചോർച്ചയ്ക്ക് കാരണമായത്. BJPക്ക് നഗരസഭാ മേഖലകളിൽ കാര്യമായ വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല. BJPക്ക് ലഭിക്കേണ്ട എല്ലാ വോട്ടും കൃത്യമായി തന്നെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ C. കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിക്ക് മാത്രം ആ ഒരു ഒറ്റ പ്രശ്നം മാത്രമാണ് BJPക്ക് ഉണ്ടായത്. സ്ഥാനാർത്ഥി മാറിയിരുന്നെങ്കിൽ കൂടുതൽ മികച്ച പ്രകടനം
സാധിക്കുമായിരുന്നു എന്ന് തന്നെയാണ് പ്രമീള ശശിധരൻ പറയുന്നത്. ശ്രീമതി പ്രമീള, കേൾക്കാമെങ്കിൽ ഒരു കാര്യം കൂടി, അതായത് താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് പ്രവർത്തിക്കുന്നതിൽ തന്നെ പിഴവുകൾ ഉണ്ടായോ? കാരണം ഈ സി കൃഷ്ണകുമാർ ആണ് സ്ഥാനാർത്ഥി എന്നതുകൊണ്ട് പക്ഷേ സംസ്ഥാന തലത്തിൽ ഒരു നേതാവാണ് വന്നതെങ്കിൽ പ്രവർത്തനം പോലും ഈ തരത്തിലായിരിക്കില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞ് സ്ഥാനാർത്ഥി തീരുമാനിച്ച ശേഷം ഞങ്ങൾ ഒറ്റക്കെട്ടായി കൃഷ്ണകുമാറിൻ്റെ കൂടെ തന്നെ ആയിരുന്നു. അതിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കോ കൗൺസിലർമാർക്കോ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പ്രസാദ് ഉടുമ്പശ്ശേരി കൂടി ചേരുകയാണ് പാലക്കാട് എന്ന. പ്രസാദ്, വലിയ ആരോപണം തന്നെയാണ് ഒരു തരത്തിൽ നേരത്തെ സി കൃഷ്ണകുമാറിനെതിരെയൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നഗരസഭയ്ക്കെതിരെയുള്ള ആരോപണം എന്തായാലും പ്രമീള ശശിധരൻ തള്ളുകയാണ്. നഗരസഭയുടെ പ്രകടനത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പ്രമീള പറയുന്നത്. പ്രത്യേകിച്ച് നഗരസഭയ്ക്ക് കിട്ടേണ്ട വോട്ടുകളുടെ ഒരു നിശ്ചിത തോതിൽ തന്നെ അത് ലഭിച്ചിട്ടുണ്ട്. പലപ്പോഴും ലോക്സഭയിൽ കിട്ടിയത് അത് നരേന്ദ്രമോദിയുടെ പ്രകടനം കൂടിയാണ് ലഭിക്കേണ്ടത് എന്ന് പറയുന്നു. പ്രമീള കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രസാദ്. സുജീഷ്, എനിക്ക് ചെയർപേഴ്സണോട് ചോദിക്കാനുള്ളത് പ്രധാനമായും നഗരസഭയിൽ BJP കൗൺസിലർമാർ, പ്രത്യേകിച്ച് കൊപ്പം വാർഡിലെല്ലാം തന്നെ സി കൃഷ്ണകുമാറിന്റെ ഭാര്യ കൂടി പ്രതിനിധിയായിട്ടുള്ള വാർഡിൽ ഉൾപ്പെടെ വോട്ട് കുറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്, ഇവിടെ നഗരസഭയ്ക്കെതിരെ നഗരസഭയുടെ പദ്ധതികൾ പലതും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള എതിർവികാരങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് സി കൃഷ്ണകുമാറിനോടുള്ള വിയോജിപ്പിനേക്കാൾ കൂടുതൽ നഗരസഭ ഭരണത്തോടുള്ള എതിർപ്പാണ് ഈ വോട്ട് കുറഞ്ഞതിന് കാരണമായി പറയുന്ന ഒരു വിമർശനം. അതിനെന്താണ് മറുപടി? ഇല്ല, ഒരിക്കലുമല്ല. കാരണം നഗരസഭാ ഭരണത്തിനെ ഞാൻ പറയില്ലേ, അങ്ങാടി തോറ്റാൽ അമ്മയോട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച വന്നു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ പല ഭാഗത്തും വോട്ട് ചോദിക്കാൻ പോയപ്പോൾ ജനങ്ങളുടെ പ്രതികരണം വളരെ മോശമായിട്ടായിരുന്നു. അപ്പോൾ വോട്ട് കമ്മിയായി എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ജനപ്രതിനിധി, ഒരു വാർഡിൻ്റെ ജനപ്രതിനിധി പറയുമ്പോൾ അത് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെയാണോ അതിനെ ആശ്രയിച്ചിരിക്കും. ഇതാണ്. സി കൃഷ്ണകുമാറിന് എന്തായിരുന്നു പ്രശ്നം? ആളുകളോട് വോട്ട് ചോദിക്കുമ്പോൾ ഒരിക്കലും നഗരസഭാ ഭരണം അതല്ല, എപ്പോഴും ഒരേ സ്ഥാനാർത്ഥിയാണോ, വ്യത്യസ്ത സ്ഥാനാർത്ഥിയെ നിർത്തിക്കൂടെ എന്നുള്ള ഇത് വന്നിരുന്നു. കാരണം അത് MP ഇലക്ഷൻ തന്നെ ഞങ്ങൾ ഒരുപാട് കേട്ടതായിരുന്നു. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നേ നമ്മൾ സംസ്ഥാന ഘടകത്തോട് ഇത് ആവശ്യപ്പെട്ടിരുന്നു. ഇങ്ങനെ സ്ഥാനാർത്ഥി ഒന്ന് മാറ്റുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ സംസ്ഥാന ഘടകം അത് മാറ്റിയില്ല. കൃഷ്ണകുമാറിൻ്റെ പേര് തന്നെ പറഞ്ഞു. ഞങ്ങൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ച സ്ഥാനാർത്ഥിക്കെതിരെ സ്ഥാനാർത്ഥിക്ക് കൂടെ നിന്നുകൊണ്ട് ജനപ്രതിനിധികളും പാർട്ടി പ്രവർത്തകരും ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട്. ഈ പ്രചരണ രംഗത്ത് വലിയ വീഴ്ച ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളെ ഇപ്പോൾ V മുരളീധരൻ, MT രമേശ്, PK കൃഷ്ണദാസ്, അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കളെ ഒന്നും വേണ്ട രീതിയിൽ, എന്തിന് തൃശ്ശൂരിൽ ജയിച്ചിട്ടുള്ള സുരേഷ് ഗോപിയെ പോലും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നതൊരു വിമർശനം വരുന്നുണ്ട്. അത് ശരിയല്ലേ? അല്ല, അവരെല്ലാവരും വന്നുവല്ലോ. സംസ്ഥാന നേതാക്കന്മാരെല്ലാവരും സി കൃഷ്ണകുമാറിന് ഇവിടെ വോട്ട് ചോദിക്കാൻ ഇവിടെ വന്നവരാണ്. പല രീതിയിലുള്ള പ്രസംഗങ്ങൾ ഇവിടെ പല വാർഡുകളിൽ നടത്തിയതാണ്. അങ്ങനെ ഒരു പ്രസ്താവന തെറ്റാണ് എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് നിന്നത്. സി കൃഷ്ണകുമാർ വേണ്ട രീതിയിലുള്ള അവസരം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് വേണ്ട രീതിയിലുള്ള അവസരം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അത് നമുക്കറിയില്ല. അത് ദേശീയ തലത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. അത് സംസ്ഥാന തലത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല. അവർക്ക് അവസരം കൊടുക്കേണ്ടത് ദേശീയ നേതാക്കളാണ്. സംസ്ഥാന നേതാക്കന്മാർക്ക് എവിടെ കൊടുക്കണം എന്നുള്ളത്. പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരേ സ്ഥാനാർത്ഥി, എല്ലാ ഭാഗത്തും ഒരേ സ്ഥാനാർത്ഥി തന്നെ പറയുമ്പോൾ അത് വലിയൊരു വിഷമമായിട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. ഈ പ്രചരണ ഘട്ടത്തിൽ അത് മനസ്സിലാക്കിയിരുന്നോ? ആളുകളുടെ അതൃപ്തി, സ്ഥിരമായി ഒരു സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമായിരുന്നോ? ഇത് അല്ലെങ്കിൽ ഇവരോട് പറഞ്ഞിരുന്നോ ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ട് എന്നുള്ളത്? ഞങ്ങൾക്ക് പ്രചരണത്തിന് പോയപ്പോൾ പല ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള മറുപടി വന്നപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് ഞങ്ങൾ കൃഷ്ണകുമാറിന് വേണ്ടി വോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ BJP വരണം. BJP പാലക്കാട് നഗരം ഭരിക്കുന്നത് BJP ആണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൃഷ്ണകുമാർ MLA ആയാൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ BJP സ്ഥാനാർത്ഥി, NDAയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതൃപ്തി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ അതൃപ്തി മറികടന്നുകൊണ്ടാണ് പ്രവർത്തനം നടത്തിയിട്ടുള്ളത്.
വളരെയധികം നന്ദി ശ്രീമതി പ്രമീള ശശിധരൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഈ പ്രചാരണ ഘട്ടത്തിൽ പ്രത്യേകിച്ച് സംസ്ഥാന തലത്തിലെ നേതാക്കളെ, പ്രത്യേകിച്ച് തൃശ്ശൂർ MP അടക്കമുള്ള സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളെ ആ തരത്തിൽ വിനിയോഗിക്കാൻ പറ്റിയോ എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രസാദ് ചോദിച്ചത്. അതിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രചാരണ രംഗത്ത് BJPക്ക് ഒരു മേൽക്കൈ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമേ ഉണ്ടായിരുന്നില്ല. പ്രചാരണ രംഗത്തും പിഴച്ചു, സ്ഥാനാർത്ഥി നിർണയത്തിൽ മാത്രമല്ല. ഹലോ, കേൾക്കാമെങ്കിൽ, അതായത് പ്രചാരണ രംഗത്തും പിഴവുണ്ടായിട്ടുണ്ട് BJPക്ക്. പ്രചരണ രംഗത്ത് നഗര പ്രദേശത്തെ ഒരു പിഴവും ഉണ്ടായിട്ടില്ല. വളരെ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ഓരോ ജനപ്രതിനിധികളും ഓരോ കൗൺസിലർമാരും ഓരോ വീടുകളിലും 5ഉം 6ഉം പ്രാവശ്യമാണ് വീട് കയറിയിട്ടുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയ നേതാക്കളെ, സംസ്ഥാന തലത്തിലുള്ള നേതാക്കളെ, ദേശീയ തലത്തിൽ ശ്രദ്ധേയരായ നേതാക്കളെ ആ തരത്തിൽ വിവിധ, അത് പഞ്ചായത്തുകളിലാകട്ടെ നഗരസഭയുടെ വിവിധ മേഖലകളിലാകട്ടെ ആ തരത്തിൽ വിന്യസിക്കുന്നതിൽ BJPക്ക് പിഴവ് സംഭവിച്ചു. കാരണം പലപ്പോഴും BJP പ്രചാരണ രംഗത്ത് പിന്നിലാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലായിരുന്നു പ്രചാരണം ഉണ്ടായിരുന്നത്. അത് സ്ഥാനാർത്ഥിയുടെ മാത്രമല്ല, പ്രചാരണ രംഗത്തും ഒരു പ്രശ്നമുണ്ടായി. അത് തന്നെയാണോ? പ്രചരണം മുന്നിൽ തന്നെയായിരുന്നു. ഇല്ല, പ്രചരണത്തിൽ മുന്നിൽ തന്നെയായിരുന്നു BJP. അതിൽ യാതൊരു സംശയമില്ല. സംസ്ഥാനതല നേതാക്കന്മാരെല്ലാവരും പല ഭാഗത്തും പ്രവർത്തനം വളരെ നല്ല രീതിയിൽ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം ഒരു കാര്യം, അതായത് C. കൃഷ്ണകുമാറിന്റെ വിഷയം സംസ്ഥാന നേതൃത്വത്തോട് പറഞ്ഞു എന്ന് പറയുന്നു. സംസ്ഥാന പ്രസിഡന്റിനോട് തന്നെ ഇക്കാര്യം കൃത്യമായി അറിയിച്ചിട്ടുണ്ടോ? അല്ല, ഇവിടെ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ഇവിടെ ഒരു ടീമിനെ വിട്ടിട്ടുണ്ടായിരുന്നു. ആ ടീമുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ അവരോട് അറിയിച്ചിരുന്നു. സംസ്ഥാന പ്രസിഡന്റിനെ അറിയിച്ചില്ല. ഇവിടെ പാലക്കാട് ഒരു ടീമിനെ വിട്ടിരുന്നു നിർണയത്തിൽ, സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പേരിൽ. ആ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സമയത്ത് പ്രധാനപ്പെട്ട ആൾക്കാരെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേരുകളും അല്ലെങ്കിൽ ഇന്ന ആൾ വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. പ്രമീള, എനിക്ക് ചോദിക്കാനുള്ളത്, നേരത്തെ ഇപ്പൊ കൽപ്പാത്തി മേഖലയിൽ വോട്ട് കുറഞ്ഞിരുന്നു. അതായത് ഈ ആദ്യ റൗണ്ട് വരുമ്പോൾ സാധാരണ നമ്മൾ വോട്ടെണ്ണുമ്പോൾ തന്നെ അതിന്റെ സൂചന ലഭിക്കുന്നതാണ്. പക്ഷെ ആദ്യ റൗണ്ട് വരുമ്പോൾ തന്നെ കൽപ്പാത്തിയിൽ വലിയ തോതിലുള്ള വർധന ഉണ്ടായില്ല. രണ്ടാം റൗണ്ടിൽ അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പൊ ഈ കൽപ്പാത്തി മേഖലയിൽ, പ്രത്യേകിച്ച് വലിയപാടം പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ റോഡ് ഒരു വലിയ പ്രശ്നമായിരുന്നു. വർഷങ്ങളായി അവിടെ റോഡ് പണി പൂർത്തിയാക്കാത്തത് തുടർന്ന് ആളുകൾ വലിയ പ്രതിഷേധത്തിൽ നിൽക്കുന്നു. അപ്പൊ ഇതൊക്കെ BJPയുടെ വോട്ട് ചോരാനുള്ള കാരണമായി മാറിയിട്ടില്ലേ? അത് മാത്രമല്ല, ഇത് കൃഷ്ണകുമാറിനോട് വലിയ വിയോജിപ്പ് തുടക്കം നഗരസഭ അല്ല, ഇല്ല, അത് റോഡിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് സംസ്ഥാന ഗവൺമെന്റ് BJP ഭരിക്കുന്ന ഒരു നഗരസഭ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ചവിട്ടി പിടിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഫണ്ട് തന്നെ തരാറ്. കാരണം 50% ഫണ്ടുകൾ കുറച്ചിരിക്കുകയാണ്. കാരണം 2021 ആ വലിയപാടം റോഡ് ചെയ്ത സമയത്ത് പൈപ്പ് ലൈൻ റോഡായിരുന്നു. പൈപ്പ് ലൈൻ കുഴിച്ച് അത് റെസ്റ്റോറേഷൻ ചെയ്ത റോഡ് മഴ വന്നു, അത് തരിപ്പണമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഒരു വിജിലൻസ് കേസ് ഉണ്ടായിരുന്നു. ആ വിജിലൻസ് കേസ് കഴിയാതെ നമുക്ക് ആ റോഡിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ഇപ്പം അതെല്ലാം ടെൻഡർ കഴിഞ്ഞു, അടുത്ത് തന്നെ അത് ചെയ്യും. കാരണം ജാനുവരി 8 ഞാൻ നഗരസഭാ ചെയർമാനായിട്ട്, തീർച്ചയായിട്ടും ജനുവരി 8 ഞാൻ ചെയർമാനായിട്ട് ഇവിടെ സ്ഥാനത്ത് വന്നത്. BJPയുടെ സംസ്ഥാന നേതൃത്വം ഇതിങ്ങനെ പോയാൽ പോരാ, കൂടുതൽ മെച്ചപ്പെടുത്തണം എന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ ഗുണപരമായ ഒരു ഇടപെടൽ നിങ്ങൾക്ക് വേണ്ടി നടത്തിയിരുന്നോ? തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതാണല്ലോ. സംസ്ഥാനവും ജില്ലയും വളരെയധികം ശ്രദ്ധിക്കേണ്ട നഗരസഭ ഇനി അടിത്തട്ടിൽ എന്താണോ ഇവിടെ പാകപ്പിഴകൾ വന്നത് അത് മാറ്റുവാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പാകപ്പിഴകൾ വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃഷ്ണകുമാറിനോട് ഇത്രയധികം വിയോജിപ്പ് സ്ഥിരമായി മത്സരിക്കുന്നു എന്നത് മാത്രമാണോ, വേറെ എന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നോ? അറിയില്ല, അത് ജനങ്ങളല്ലേ ആയിരിക്കും, അതെനിക്കറിയില്ല. അത് പറയാൻ ഞാൻ ഉത്തരവാദിയല്ല. പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നോ കൃഷ്ണകുമാറിനെ ഇനി ഇവിടെ പാലക്കാട് മത്സരിപ്പിക്കരുത് എന്നുള്ളത്? അറിയിച്ചിരുന്നു. എന്തായിരുന്നു അവിടെ നിന്നുള്ള പ്രതികരണം?
അല്ല, നമുക്കറിയില്ല. നമ്മുടെ അഭിപ്രായം നമ്മൾ പറയാൻ മാത്രമേ ഉള്ളൂ. തീരുമാനം എടുക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. നമ്മുടെ തീരുമാനം പറയും, അവർ തീരുമാനം എടുക്കും. അതാണ്. ഇനിയിപ്പം തെരഞ്ഞെടുപ്പ് അവലോകനത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. താങ്കൾ ഈ പറയുന്ന വിമർശനങ്ങളെല്ലാം തന്നെ കമ്മിറ്റികളിലും ഉന്നയിക്കുമെന്ന് കരുതുന്നു? തീർച്ചയായിട്ടും. പ്രമീള, അതോടൊപ്പം ഒരു കാര്യം കൂടി, അതായത് എന്തായാലും നഗരസഭയിലെ ഒരു പിഴവും നഗരസഭയിലെ ഏതെങ്കിലും വിയോജിപ്പല്ല ഈ വോട്ട് കുറയാൻ കാരണമായത് എന്ന് പറയുകയാണ്. അതേസമയം തന്നെ ഈ സംസ്ഥാന നേതൃത്വം ഈ തരത്തിൽ വലിയ വിയോജിപ്പ് കീഴ്ഘടകങ്ങൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയില്ല. നിങ്ങൾ പറയുന്നതൊന്നും ചെവിക്കൊണ്ടില്ല എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മൾ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പാലക്കാട് നഗരസഭ, പാലക്കാട് ജില്ലയുടെ നേതൃത്വത്തിലാണ് ഈ ഭരണം കൊണ്ടുപോകുന്നത്. ഇന്നും ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും അറിവോടുകൂടെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് യാതൊരു സംശയമില്ല അതിൽ. കാരണം ജില്ലയും സംസ്ഥാനവും പറഞ്ഞതിൻ്റെ പേരിലാണ് നഗരസഭാ ഭരണം. ഓരോ അജണ്ടകൾ വരുമ്പോഴും ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് സംസ്ഥാന നേതൃത്വത്തിന് പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് പറയാനാകുമോ? സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് പിഴവ് പറ്റിയിട്ടുണ്ട്. ഉണ്ട്. ഇത് ഏത് തരത്തിൽ ഇത് പരിഹരിക്കാമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇത് ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ ഇത് സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വേണം എന്ന ആഗ്രഹം ആ തരത്തിൽ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് പേര് പറഞ്ഞ് ലിസ്റ്റ് കൊടുക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. പല ആൾക്കാരും ആവശ്യപ്പെട്ടിരുന്നു. നമ്മൾ പറഞ്ഞില്ല ഒരു മാറ്റം വേണമെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു മാറ്റം വേണമെന്ന് മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. വോട്ടുകളുടെ കാര്യത്തിൽ സി കൃഷ്ണകുമാറിന്റെ ഈ ഒരൊറ്റ കാര്യം, തുടർച്ചയായി സി കൃഷ്ണകുമാർ വരുന്നു, അത് പറയുമ്പോൾ പോലും നമുക്കറിയാം ഇപ്പോൾ ഒ രാജഗോപാലിനെ പോലുള്ള ആളുകൾ പല തവണ മത്സരിച്ച ഒരു സാഹചര്യം ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ഏത് ഉപതെരഞ്ഞെടുപ്പ് വന്നാലും ഒ രാജഗോപാൽ തന്നെ മത്സരിക്കുന്നു എന്നൊക്കെ മുൻപ് പറയാറുണ്ട്. പക്ഷെ ഒടുവിൽ ഒ രാജഗോപാൽ വിജയിക്കുന്നത് നമ്മൾ നേമത്ത് കാണുകയും ചെയ്തു. അതുപോലെ ഇവിടെ ഉണ്ടായില്ല. സി കൃഷ്ണകുമാറിന് ആ തരത്തിൽ ആളുകളെ സ്വാധീനിക്കാനുള്ള ഒരു വ്യക്തിപ്രഭാവം ഇല്ല. ഇത് തന്നെയാണോ താങ്കൾ കാണുന്നത്? അങ്ങനെ ഞാൻ പറയാൻ ആളല്ല. പക്ഷേ ജനവിധിയാണല്ലോ ഇത്. നമ്മൾക്ക് ജനങ്ങളോട് വോട്ട് ചോദിക്കാനല്ലേ സാധിക്കുള്ളൂ. ജനം വോട്ട് തരേണ്ടത് അവരാണല്ലോ. അത് ജനവിധി എന്നല്ലേ പറയുള്ളൂ. ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. അതാണ്. പ്രമീള, ഇവിടെ വലിയ പ്രശ്നം ശോഭാ സുരേന്ദ്രന് ആവശ്യമായ ഒരു പിന്തുണ ഇവിടെ നിന്ന് കിട്ടിയിരുന്നു. കാരണം ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് വലിയ ആവശ്യം ഉയർന്നതാണ്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ ജയിക്കുമെന്ന് ശിവരാജനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പറഞ്ഞു. നിങ്ങളും ആ അഭിപ്രായം പങ്കുവെച്ച ആളുകളാണ്. പിന്നെ ശോഭാ സുരേന്ദ്രന് വരികയും വലിയൊരു അവസരം കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രചരണ രംഗത്ത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് സ്ഥാനാർത്ഥി നിർണയം വരെ നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ സ്ഥാനാർത്ഥി നിർണയിച്ചു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായി കൗൺസിലർമാരും പ്രവർത്തകരും കൃഷ്ണകുമാറിൻ്റെ കൂടെ തന്നെ ആയിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നല്ല പ്രവർത്തനമായിരുന്നു ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഇവിടെ വന്ന് ഓരോരുത്തർക്ക് നിർദ്ദേശം തന്നതിൻ്റെ പേരിലാണ് ഞങ്ങളുടെ ഓരോ പ്രവർത്തനവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുള്ളത് നഗരസഭയാണോ ഇതിന് ഉത്തരവാദി? ഈ പരാജയത്തെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രനെ, പ്രമീള, എനിക്ക് ചോദിക്കാനുള്ളത് ശോഭാ സുരേന്ദ്രനെ ഒരു വളരെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുള്ള വിമർശനം തന്നെയാണ് ഉയരുന്നത്. ശോഭാ സുരേന്ദ്രനെ ഉപയോഗിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി വോട്ട് നേടാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. ശോഭ വന്നല്ലോ. ശോഭ കൺവെൻഷന് വന്നു, അതിനുശേഷം വന്നു, എല്ലാ പരിപാടിക്കും ശോഭ വന്നിട്ടുണ്ട്. ശോഭയെ ഉപയോഗിച്ചില്ല എന്ന് പറയാതിരിക്കാനേ വയ്യ. ശോഭയൊക്കെ വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ശോഭ വന്നിട്ടുണ്ട്. ശോഭയും വോട്ട് ചോദിക്കാൻ പല ആൾക്കാരുടെ പല മണ്ഡലങ്ങളിലും പോയിട്ടുണ്ട്. കണ്ണാടി, പക്ഷേ പ്രമീള, ഒരു കാര്യം, ശോഭാ സുരേന്ദ്രൻ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. വലിയ തരത്തിൽ ഒരു ഭിന്നത BJP-യിൽ ഉണ്ട് എന്ന തരത്തിലായിരുന്നു തുടക്കത്തിൽ ഉള്ള ഒരു പ്രതീതി. അത് ഉണ്ടാക്കിയത് ഈ അങ്ങനെ ഒരു സംസാരമേ ഇല്ല.
അങ്ങനെയില്ല. ഇപ്പൊ കണ്ണാടിയിൽ ശോഭ സുരേന്ദ്രന്റെ ഡ്രൈവറെ വെച്ചിട്ട് അവിടെ വലിയ തരത്തിൽ വോട്ട് അതൊക്കെ വെറുതെ പറയുക. അതൊക്കെ ഞാൻ പറയില്ലേ, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, അങ്ങാടി തൊറ്റാൽ അമ്മയോട് എന്നുള്ള രീതിയിലുള്ള ഇത് ശരിയല്ല. കാരണം തോറ്റു കഴിഞ്ഞു, സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകളുണ്ട്. എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ള 18 കൗൺസിലർമാർക്കെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. ഇല്ല, ആ നഗരസഭാ ഭരണത്തിൽ വലിയ വോട്ട് ചോർച്ച വന്നിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. ഈ 28 കൗൺസിലർമാരും ശ്രീ കൃഷ്ണകുമാറിൻ്റെ കൂടെ തന്നെ ആയിരുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. കൗൺസിലർമാരോട് വല്ല വിശദീകരണം ചോദിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ 10,000 വോട്ട് കുറഞ്ഞത്? നഗരസഭയിൽ മാത്രം 7,000 വോട്ടാണ് കുറഞ്ഞത്. നഗരസഭയിൽ 7,000 വോട്ട് കുറഞ്ഞിട്ടില്ല. കാരണം MP ഇലക്ഷന് 29,000 വോട്ടായിരുന്നു. MLA ഇലക്ഷന് 27,500 വോട്ടാണ്. അതിൽ നോട്ടയ്ക്ക് 1,500 വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു കുറച്ചിലൊന്നും വന്നിട്ടില്ല. MP ഇലക്ഷൻ എന്ന് പറയുമ്പോൾ മോഡിജിയുടെ എഫക്റ്റ് അവിടെ വന്നിരുന്നു. അതാണ് 29,000 വോട്ട് കിട്ടിയത് നഗരസഭയ്ക്കകത്ത്. അതിൽ വോട്ട് കുറഞ്ഞു എന്ന് പറയാനില്ല. 1,500 വോട്ട് നോട്ടയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അത് ജനവിധിയാണല്ലോ, ജനങ്ങൾക്ക് പ്രതികരിക്കാമല്ലോ. നഗരസഭയുടെ പല ഭാഗങ്ങളിലും റോഡടക്കം മോശമായിരുന്നു. അതുകൊണ്ടാണ് BJPക്ക് ഇത്ര സാധ്യതയുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇത്രയും വോട്ട് കുറഞ്ഞു തോന്നുന്നുണ്ടോ? BJPക്ക് ഇത്രയും സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്, പിന്നെ എങ്ങനെയാണ് ഇവിടെ വോട്ട് കുറഞ്ഞത്, തോൽവിക്ക് കാരണമായിട്ട് തോന്നുന്നത്? എന്തായാലും പാലക്കാട്ടെ തോൽവിയിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടാകുന്നതിനപ്പുറം പാലക്കാട്ടെ നഗരസഭയുടെ പ്രവർത്തനങ്ങളാണ് വോട്ട് കുറയാൻ കാരണമായെന്ന ആരോപണത്തിൽ പ്രതികരിക്കുകയായിരുന്നു പ്രമീള ശശിധരൻ.